ഹായ്, ഹലോ. നമസ്തേ, വെൽക്കം ടു കഫ്ലിക്സ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് രേഖാചിത്രത്തിന്റെ രേഖാചിത്രത്തിന്റെ റിവ്യൂ ആണ്. അഭിപ്രായം. അഭിപ്രായം. അതെ, രണ്ടും തന്നെ. അപ്പൊ ഇവൻ സിനിമ കണ്ട് ഞാൻ കണ്ടില്ല. അപ്പൊ കാണാൻ പോണ ഒരാളെന്ന രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ സിനിമ സ്വാഭാവികമായിട്ട് കണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് രേഖാചിത്രം എന്ന് ചോദിക്കാം. ഉം. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞ എങ്ങനെയുണ്ട് എടാ, പടം? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉം. അതിന്റെ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ അവര് മെനങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ അറിയാലോ, ഇത് പ്രീസിന്റെ ഡയറക്ഷൻ നല്ലായിരുന്നു, മേക്കിംഗ് അല്ല. ഉം, ഉം. പിന്നെ അതിന്റെ കൂടെ ഒരു നല്ല കഥയും കൂടെ വന്നപ്പോഴത്തേക്കും ഉം. സിനിമ മൊത്തത്തിൽ കൊള്ളാം, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ട പോലെ ഉം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആ പടം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ആണ്. ആണ് ഒരു മറ്റേ ദേവദൂതർ പാടിയ ആ പാട്ടിന്റെ കാര്യം, ആ ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോഴും നല്ല ചർച്ച വിഷയമാണ്. ആ ഒരു സ്റ്റേജ് അതുപോലെ റീക്രിയേറ്റ് ചെയ്തത്. ആ, ആ. അത് തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ആ ഒരു പാട്ടിൽ കുറെ സിസ്റ്റമാർ ഉം. സിസ്റ്റർമാരുടെ ആ ഒരു കൂടുതൽ പറയാൻ സ്പോയിലറായി പോകും. അങ്ങനെ അതിനകത്തുള്ള ഒരു ആൾക്ക് പറ്റിയ ഒരു പ്രശ്നമായിട്ടാണ് കഥ പോകുന്നത്. കഥ പോകുന്നത് അത് നേരത്തെ നമ്മൾ മുൻകൂട്ടി കുറെ റൂമറുകൾ ആദ്യമേ കേട്ടത് അതുപോലെ തന്നെയാണ് പറയണത്. പിന്നെ അങ്ങനെ വർക്കിന്റെ കാര്യം ഞാൻ അതിലോട്ടാണ് വന്നത്. അപ്പൊ ഈ നമ്മള് ഈ കുറെ സിനിമകൾ ഇപ്പൊ റീസെന്റ് കുറെ AI വർക്കുകളൊക്കെ കണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് AI മമ്മൂക്ക എങ്ങനെയുണ്ട്? അത് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടതിൽ വെച്ചിട്ടുള്ളതിൽ വെച്ചും. ഉം. ഈ ഗോട്ടിലുള്ളതും നമ്മുടെ ശങ്കറിന്റെ ആയത് ഇന്ത്യൻ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് ബെറ്റർ ആണ്. പിന്നെ അനശ്വര രാജിന്റെ കാര്യം, അനശ്വര രാജാണെങ്കിൽ ഒരു ഭാഗ്യ നായിക എന്ന് തന്നെ പറയാൻ പറ്റും. ഏത് സിനിമ എടുക്കുന്നോ അതെല്ലാം ഹിറ്റാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഓസ്ലർ ഇറങ്ങി. അപ്പൊ ഓസ്ലറിലെ പെർഫോമൻസ് ജനുവരി ആയിരുന്നു. ഓസ്ലറിലെ പെർഫോമൻസ് അനശ്വര രാജ് അടിപൊളിയായിട്ടാണ് ഇത്. അതുപോലെ തന്നെ ഓസ്ലറിലെ ഒരു പണ്ടത്തെ കാലഘട്ടമല്ലേ കാണിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു പഴയ അതേ ഒരു സമയം തന്നെയാണ്. മൊത്തത്തില് പടം അടിപൊളിയാണ്. പിന്നെ പല സിനിമാ നടന്മാരും സംവിധായകരും അവരായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു സിനിമയ്ക്കകത്തെ സിനിമാ കഥ എന്ന് പറയാൻ പറ്റും. ഇത് റിയൽ ഇൻസിഡന്റ് അല്ല, പക്ഷെ ഒരു പാരലൽ വേൾഡ് ഉണ്ടാക്കിയിട്ട് അതില് അങ്ങനെ നടന്ന അതിന്റെ കൂടെ ഉള്ള കാര്യമാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നീ പാരലൽ വേൾഡ് എന്ന് പറഞ്ഞല്ലോ, ആ പാരലൽ വേൾഡ് ഉണ്ടാക്കുന്നതിൽ അവര് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേ കാലഘട്ടം, ഈ രണ്ട് കാലഘട്ടം ഒരുപോലെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വെച്ച്. അത് തന്നെ നല്ലപോലെ വർക്കായി. എന്ന് പറഞ്ഞാൽ ആ AI വെച്ച് ക്രിയേറ്റ് ചെയ്തപ്പോഴും നിനക്കത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യില്ല. ഒട്ടും തോന്നിയിട്ടില്ല. ഒരു സിനിമയുടെ അവരെ മേക്കിങ്ങിന്റെ വിജയമാണ് എന്തായാലും. മമ്മൂക്ക ഈ കാറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ മാനേഴ്സ് ഉണ്ട്. ഈ ഒരു ഉടുപ്പൊക്കെ ഒന്ന് എടുത്ത് ബാക്കിലോട്ട് കറക്റ്റ് അതുപോലെ എടുത്തിട്ടുണ്ട്. അതില്ല കാറ് അവർക്ക് സ്പോയിലർ ആവും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മൊത്തത്തില് പടം അടിപൊളിയാണെന്നാണ് പറയണത്. ഇതിനോടകം തന്നെ ഒരുപാട് പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് കാതോട് കാതോരം സിനിമ മാത്രമല്ല, പല സിനിമയും കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പണ്ടത്തെ സിനിമയുടെ ഒരു സീൻ എടുത്ത് അതിനകത്ത് ഇങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ബാക്കിയുള്ള സിനിമകളുടെ സഹായത്തോടെ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ മ്യൂസിക് വൈസ് എങ്ങനെയാണ് പടത്തിൽ? മുജീബ് മജീദാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. കിഷ്കിന്താണ്ടൊക്കെ പുള്ളിയുടെ ആയിരുന്നു. നമ്മുടെ മൂവിക്കകത്തേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഇരിപ്പിക്കാനായിട്ട് മ്യൂസിക് നല്ലപോലെ ഇതിനകത്ത് വർക്കാക്കിയിട്ടുണ്ട്. ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു, അത് നല്ല രസമുണ്ടായിരുന്നു. കടൽ തീരത്തിന്റെ ഒക്കെ ഒരു അങ്ങനെ കന്യാകുമാരി വെച്ച് ഷൂട്ട് ചെയ്തത്. അത് കൊള്ളായിരുന്നു, നല്ല പാട്ടായിരുന്നു. പിന്നെ ബീജിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീസറൊക്കെ കേട്ടല്ല, അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുന്നുണ്ട്. അത് കൊള്ളായിരുന്നു. പിന്നെ ഡയറക്ടറിന്റെ പേര് എന്തോന്നായിരുന്നു? ടോഫിൻ ടി ചാക്കോയുടെ മറ്റു പടങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ പ്രീസ്റ്റ് മാത്രമല്ലേ ഇറങ്ങിയുള്ളൂ. പുള്ളിയുടെ ആദ്യത്തെ പടത്തിനെ അപേക്ഷിച്ച് ഈ പടം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? പ്രീസ്റ്റിന്റെ കഥ എനിക്ക് അത്ര അവസാനം ക്ലൈമാക്സ് കൊണ്ട് കൊളവാക്കിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്. മൊത്തത്തിലൊരു സാറ്റിസ്ഫൈഡ് ഫീൽ ചെയ്യണുണ്ട്. അപ്പൊ പടം മൊത്തത്തിൽ അടിപൊളി എന്നാണ് അവൻ പറഞ്ഞത്. നമ്മളൊരു ഒരു 10 സ്റ്റാറിന് എത്ര റേറ്റിംഗ് കൊടുക്കും പടത്തിന്? ഒരു 7-7.5 കൊടുക്കാൻ പറ്റും. സ്ക്രിപ്റ്റിന് ഒരു 9 അങ്ങനെ നമുക്ക് സിനിമ മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ഏതൊക്കെ മേഖലയെന്ന് പറയാൻ പറ്റില്ല. സ്ക്രിപ്റ്റിന് വേണമെങ്കിൽ 9 കൊടുക്കാൻ പറ്റും, ഡയറക്ഷന് 10 കൊടുക്കാൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ആസിഫ് അലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആസിഫ് ഇപ്പോ പോലീസ് റോളുകൾ നമ്മൾ ഇവരോട് ഞെട്ടിച്ചാണല്ലോ. അപ്പൊ അത് എടുത്തേണ്ട കാര്യമില്ല. പോലീസ് റോൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങ് എഴുതി കൊടുത്ത പോലെയാണ്. കുറ്റവും ശിക്ഷയായാലും തലവനായാലും കൂമനായാലും
എല്ലാത്തിലും പോലീസ് റോൾ എന്ന് വെച്ചാൽ ആസിഫിക്കയ്ക്ക് ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. അത് പിന്നെ പ്രൂവ് ചെയ്തു. അപ്പൊ മൊത്തത്തില് നല്ലൊരു സാറ്റിസ്ഫൈഡ് പടമാണെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നമ്മള് കാണില്ലേ? ഓ എന്തായാലും ഞാൻ കാണും. അപ്പൊ കേട്ടപ്പോ തന്നെ നമുക്കൊരു ഇത് തോന്നി. അപ്പൊ നല്ലൊരു പടമാണ്. അപ്പൊ എല്ലാരും കാണണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്തണം. പിന്നെന്തിനാണ് ലൈൻ കട്ട്. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ അനിരുദ്ധൻ ലൈൻ Line cut, line cut.